അതിനിടയ്ക്ക് ഓരോ നാടകങ്ങളൊക്കെ നടത്തി ആ കല്യാണം ഒന്ന് മുടക്കി. എന്നിട്ടിപ്പോ എങ്ങാട്ടൊക്കെ പോയി വന്നിട്ട് ഓഫീസിൽ പോയി വന്നു എന്നുള്ള കള്ളവും. എന്താ അമ്മേ, എന്താ കാര്യം? ആ രണ്ടാം കക്ഷി വന്നല്ലോ, ഇങ്ങോട്ട് വന്നേ. ദേ രണ്ടാളും കൂടി ഒന്ന് ചേർന്ന് നിന്നേ. എന്താ അമ്മ ഇത്? അമ്മ ഒരു പഴയ സ്കൂൾ ഹെഡ് മാസ്റ്റർ പോലെ പെരുമാറാണല്ലോ. നീ ഇതിന്റെ ഇടയിൽ തമാശ പറയാൻ വരണ്ട. ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് ഉത്തരം പറയണം. നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങള് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ? ഒന്നും മറച്ചു വെക്കുന്നില്ല അമ്മേ. അപ്പൊ പിന്നെ നീ എന്തിനാ ഇവരുടെ കല്യാണം മുടക്കിയത്? പിന്നെ വീണ്ടും നിങ്ങൾ കൂട്ടായത് എങ്ങനെയാ? എനിക്ക് സത്യം അറിയണം. അമ്മ ഞാൻ പറയാം. ഒക്കെയും കാരണം ഈ ഐശ്വര്യ. അതെ അമ്മേ, ശ്യാമ വൈസ് ചെയർപേഴ്സൺ ആയത് മുതൽ എനിക്ക് ഒരു സ്വൈരവും തരാറില്ലായിരുന്നു. ശ്യാമ അധികാരം തട്ടിയെടുക്കും, ശ്യാമ നമ്മളെല്ലാവരെയും പുറത്താക്കും, ശ്യാമയുടെ കുഞ്ഞുങ്ങളായിരിക്കും ഇനി കമ്പനിയുടെ അധികാരികളാവുക എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്റെ മനസ്സിൽ മുഴുവൻ വിഷം കുത്തിവെച്ചു. സംശയം ഉണ്ടെങ്കിൽ ആ ഐശ്വര്യോട് ചോദിച്ചു നോക്ക്. നേരാണോ ഐശ്വര്യ? അല്ല, ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചാ അമ്മേ, പിന്നെ അഖില് ശ്യാമയുടെ തലമുടിയില് കുന്തിരിക്കും പോയിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ആദ്യമായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അഖിൽ അവളെ സന്തോഷിപ്പിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഒക്കെ കൂടെ കേട്ടപ്പോ എനിക്ക് ഭ്രാന്ത് വന്നതുപോലെ തോന്നിയമ്മേ. അമ്മ പറ, അമ്മയുടെ മനസ്സിൽ ആരെങ്കിലും ഇതുപോലെ ഏഷണി പറഞ്ഞ അമ്മയും ഞാൻ പെരുമാറിയതുപോലെ തന്നെ പെരുമാറില്ലേ? അല്ല, അത് കണ്ടോ, അമ്മ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അമൃത പറഞ്ഞതൊക്കെ സത്യമാണോ? ഐശ്വര്യ ഇങ്ങനെയൊക്കെ അമൃതയോട് സംസാരിച്ചിരുന്നോ? പക്ഷെ അമ്മ, ആ കാരണം കൊണ്ടൊന്നും അല്ല ഇവര്. ചോദിച്ചതിന് ഉത്തരം പറ ഐശ്വര്യ. അമൃതയോട് ഐശ്വര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോന്ന്? ശ്യാമയോട് അമൃതയ്ക്ക് ദേഷ്യം ഉണ്ടാവുന്ന തരത്തിൽ ഏഷണി പറഞ്ഞു പിടിപ്പിച്ചോന്ന്? പറ ഐശ്വര്യ, വാ തുറന്ന് പറ, എല്ലാവരും കേൾക്കട്ടെ. പറഞ്ഞ ഓരോ വാചകങ്ങളേ എന്റെ മനസ്സിലുണ്ട്. ഐശ്വര്യടുത്തി, അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും അറിയണം. ഐശ്വര്യടുത്തിയല്ലേ അമൃതയെടുത്തിയ ശ്യാമയും തമ്മിൽ തെറ്റിച്ചത്? ആ, അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? അമ്മേ, ഞാൻ പറഞ്ഞെന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയില് ഐശ്വര്യ കൂടുതൽ സംസാരിക്കണ്ട. ഇനി അമ്മയുടെ അടുത്ത സംശയം കൂടി ഞങ്ങൾ മാറ്റിത്തരാം. ഞങ്ങള് ഇപ്പൊ പോയത് അമ്പലത്തിലാ. ജോത്സ്യം പറഞ്ഞിരുന്നല്ലോ, 1 വർഷത്തേക്ക് ഇനി കല്യാണം നടത്താൻ പാടില്ലെന്ന്. അതിന്റെ ഒരു വിഷമം ശ്യാമയ്ക്കുണ്ട്, എനിക്കുമുണ്ട്. അതിനൊക്കെ ആയിട്ടാ ഞങ്ങള് അമ്പലത്തിൽ പോയത്. അവിടെ പോയി തൊഴുത് കഴിഞ്ഞപ്പോ ശ്യാമയ്ക്ക് കുറച്ച് സമാധാനം കിട്ടി. എന്നാ ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞിട്ട് പോയിക്കൂടെ? ജോത്സ്യം വന്ന ഓരോന്ന് പറഞ്ഞത് മുതൽ എന്റെ മനസ്സങ്ങ് ഒലഞ്ഞു നിൽക്കുക. ഒരു സ്ത്രീയുടെ കണ്ണീര് ഈ കുടുംബത്തിൽ വീണു എന്നൊക്കെ പറഞ്ഞത് എന്റെ മനസ്സിൽ കിടന്ന് മുഴങ്ങുക. അമ്മേ, അതൊക്കെ ജോത്സ്യന്മാര് പറയുന്നതല്ലേ, എല്ലാ കാര്യങ്ങളും അങ്ങനെ വിശ്വസിക്കരുത്. ഞാനും അങ്ങനെയൊക്കെ മനസ്സിനെ വിശ്വസിപ്പിക്കുക. ഐശ്വര്യടുത്തി, ഒരു മിനിറ്റ്. സർ റൂമിലേക്ക് പൊയ്ക്കോ, ഞാനിപ്പോ വരാം.
രണ്ടുപേരും കൂടെ നൈസായിട്ട് എന്നെ പ്രതിയാക്കിയല്ലേ? ഇതിനെയാ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയുന്ന. ഇനി ഒരു കാര്യം കൂടി പറയാം. നീ സംശയിച്ചില്ലേ ഞങ്ങൾക്കിടയിൽ എന്തോ രഹസ്യമുണ്ടെന്ന്? സത്യ ഒരു ന്യൂക്ലിയർ ബോംബ് തന്നെയുണ്ട്. നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കും. വാ. അത് ശരി. അപ്പൊ കൂട്ടായിട്ട് കള്ളക്കളി കളിക്കാണല്ലേ? ശരിയാക്കി തരാം. സർ, ഇതെവിടെയാ? നമ്മൾ ആരെ കാണാൻ ഇങ്ങോട്ട് വന്നേ? മോള് വാ, നമുക്ക് സംസാരിക്കാം. മോളെ, ഇത് ഞങ്ങളുടെ വീടാ. മോള് വന്നേ, പേടിക്കണ്ട. വാ. വാ. അല്ല, എന്നെ ബലം പ്രയോഗിച്ച് വണ്ടി കയറ്റി കൊണ്ടുവന്നത് എന്തിനാ? എന്റെ കുട്ടി അരുന്ധതി കുട്ടിയെ കുറച്ച് ദിവസമായിട്ട് വിളിക്കുന്നു, കിട്ടുന്നില്ല. അതുകൊണ്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരണോ? സോറി, ഞാൻ ആത്മാർത്ഥമായിട്ട് സോറി ചോദിക്കുന്നു. മോളെ കിട്ടാതെ ഞങ്ങൾ ആകെ ടെൻഷനിലായി പോയി. അതാ അല്പം ഒന്ന് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നത്. മോളെ, ചാർമിളയ്ക്ക് കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവന്നേ. വേണ്ട, എനിക്കൊന്നും വേണ്ട. പെട്ടെന്ന് പോണം. ഞാനൊന്ന് ഒരു കോൾ ചെയ്തോട്ടെ. വേണ്ട മോളെ, നമ്മൾ സംസാരിച്ച് കഴിയുന്നത് വരെ ആരെയും വിളിക്കണ്ട. അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവും. ഇല്ല, എനിക്ക് കോൾ ചെയ്യണം. പറഞ്ഞില്ലേ, മുതിർന്നവര് പറഞ്ഞാൽ അത് അനുസരിക്കുകയാണ് വേണ്ടത്. ആരെയും വിളിക്കണ്ട. വിളിക്കണ്ട എന്ന് പറഞ്ഞാൽ വിളിക്കണ്ട. ജഗൻജി, കുട്ടി ആകെ ഭയന്നുപോയി. മോള് പേടിക്കണ്ട. ഈ സാറ് ഒരല്പം ചൂടനാ. തല്ലലും കൊല്ലലും ഒക്കെ ആ ശീലം. അതിപ്പോ ഇന്ന ആളെന്നില്ല, അതാ. ഓക്കെ, സോറി. നമുക്കിനി കാര്യത്തിലോട്ട് വരാം. മോളെന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എത്ര പ്രാവശ്യം വിളിച്ചു? ഓരോ തിരക്കായിരുന്നു മാഡം. അത് എന്ത് പറച്ചില്ല ചാർമിള? ഒരു കരാർ ഏറ്റു കഴിഞ്ഞിട്ട് അതിനോട് ആത്മാർത്ഥത കാണിക്കില്ല എന്ന് വെച്ചാ ഇത്ര പ്രോഗ്രാമുകളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. വിസ്മയ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുക. എന്തായാലും ചാർമിള വന്നല്ലോ, ഇനിയിപ്പോ അടുത്ത കാര്യങ്ങൾ നോക്കാം. അതെ, കഴിഞ്ഞതൊന്നും ഇനി പറയണ്ട. ഇന്ന് മുതല് നമ്മൾ ഒറ്റക്കെട്ട, അല്ലേ മോളെ? ആ, അതെ. മോളെ, മോള് കൃഷ്ണ തുളസിയുടെ ആൽബം ഇറക്കിക്കൊള്ളൂ. അതിന് യാതൊരു തടസ്സവും ഇല്ല. പക്ഷേ ലൈവായിട്ട് പാടുന്നത് വിസ്മയ്ക്ക് വേണ്ടിയാവണം. അതേ ഉള്ളൂ ഞങ്ങളുടെ ഡിമാൻഡ്. കുട്ടി, ഞാനും അരുന്ധതിയും ചേർന്നൊരു മ്യൂസിക് കമ്പനി തുടങ്ങുക. അതില് കുട്ടിക്കും ഒരു ഷെയർ ഹോൾഡർ ആവാം. തൽക്കാലം ഇവര് പറയുന്നതൊക്കെ അംഗീകരിച്ച് നിൽക്കാം. തിരികെ ചെന്ന് വിവേകിനോട് പറഞ്ഞ് ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാം. ചാർമിള എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഒരു കമ്പനിയിൽ എങ്ങനെ പാർട്ട്ണർ ആകാമെന്ന് ആലോചിക്കുമായിരുന്നു. ആ, അതൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. വരട്ടെ. വിസ്മയെ ഇന്ന് സോങ് ഫെസ്റ്റിൽ പാടാൻ വിളിച്ചിരുന്നു. ചാർമിളെ കിട്ടാത്തതുകൊണ്ട് വ്യക്തമായ ഒരു മറുപടി കൊടുത്തില്ല. ഏതായാലും ചാർമിള വന്നല്ലോ. ഇന്ന് വൈകുന്നേരത്തെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അപ്പൊ ചാർമിളയ്ക്ക് അതിന്റെ രീതികളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അതെ, ചാർമിള ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ഞാനപ്പോ അവരെ വിളിച്ച് വിവരം പറയാം, ഞാൻ പാടാൻ വരുന്നുണ്ടെന്ന്. ഈശ്വര, ഞാൻ കെണിയിലായല്ലോ. ഞാൻ വീട്ടിൽ പോയി റെഡിയായി വരാം. വേണ്ട മോളെ, ഇനിയും ചിലപ്പോൾ മോളെ വിളിക്കുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാവും. ഇവിടുന്ന് തന്നെ അങ്ങ് പോയാൽ മതി. അല്ല, ഞാൻ റെഡിയായി വരാം.
ജഗൻജി പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഒരിടത്തേക്കും പോണ്ട, ഇവിടുന്ന് പോയി പാടാം. ഇല്ല, അത് പറ്റില്ല. പറ്റില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? നീ വിസ്മയ്ക്ക് വേണ്ടിട്ട് പാടിയിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. മോളെ, ആ പാട്ടൊന്ന് കൊടുക്ക്. പാടി റിഹേഴ്സൽ ചെയ്തു വരട്ടെ. മോളെപ്പോലെ ഒരു ഗായികയ്ക്ക് വലിയ റിഹേഴ്സലൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ തമ്മിലൊന്ന് സിങ്ക് ആവണമല്ലോ. മോളൊന്ന് പാടി നോക്ക്. അല്ല, അത് ഞാൻ പാടാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീട്ടിൽ ചെന്നൊന്ന് ഫ്രഷായി വന്നിട്ട് പാടാം. അതെ, പാടിക്കോളൂ. ഏതായാലും കൃഷ്ണ തുളസിയുടെ പാട്ട് ഞങ്ങൾ നേരിട്ട് കേക്കട്ടെ. പാടുകുട്ടി. അല്ല, അത് എന്തു പറ്റി? എനിക്ക് പാടാൻ തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട്. തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? പാടാനാ പറഞ്ഞത്. എനിക്ക് പാടാൻ അറിയില്ല. എന്തുവാ പറഞ്ഞ്? പാടാൻ അറിയില്ലെന്നോ? അതെ, എനിക്ക് പാടാൻ അറിയില്ല. നീ എന്തുവാ പറ്റിക്കുവാന്നോ? പാടറേ അങ്ങോട്ട്. ഞാൻ പറഞ്ഞത് സത്യോ? എനിക്ക് പാടാൻ അറിയില്ല. കൃഷ്ണ തുളസി ഞാനല്ല. എന്താടി പറഞ്ഞ? നിന്നെ ജഗൻ വേണ്ട, നീ തമാശ പറഞ്ഞതല്ലേ? അല്ല, സത്യോ? ഞാനല്ല കൃഷ്ണ തുളസി. എനിക്ക് പാടാൻ അറിയില്ല. നീ അല്ലെങ്കിൽ പിന്നെ ആരാ കൃഷ്ണ തുളസി? സത്യം പറയണം. എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. എന്നോടൊരാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ കൃഷ്ണ തുളസിയായിട്ട് അഭിനയിക്കുമായിരുന്നു. ആരാ നിന്നോട് കൃഷ്ണ തുളസിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത്? എനിക്കറിയില്ല. നിന്നെ കൃഷ്ണ തുളസിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ ആളിനെ നിനക്കറിയില്ലെന്നോ? ആളാരാണെന്ന് പറയാതെ നിന്നെ പുറത്ത് വിടുമെന്ന് നീ കരുതണ്ട. പറയാൻ. ജഗൻജി വേണ്ട. ഇതൊരു ഇഷ്യൂ ആക്കണ്ട. നാട്ടുകാരറിഞ്ഞ കുഴപ്പം നമുക്ക് തന്നെയാ. എനിക്ക് സംശയം കൂടുക. ശ്യാമ തന്നെ ആവണം കൃഷ്ണ തുളസി. എന്റെ മനസ്സങ്ങനെ ഉറപ്പിച്ച് പറയുന്നു, ശ്യാമയാണ് കൃഷ്ണ തുളസി. നമുക്കത് തെളിവ് സഹിതം കണ്ടുപിടിക്കണം. ഹലോ ചാർമിള. കാര്യങ്ങളാകെ കുഴപ്പത്തിലായി. ആ ജഗന്നാഥൻ എന്നെ അരുന്ധതിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആണോ? അതെ, ആ കൃഷ്ണ തുളസി ഞാനല്ല എന്ന് എനിക്ക് പറയേണ്ടി വന്നു. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോ ഞാൻ ഓടി രക്ഷപ്പെട്ടു. കൃഷ്ണ തുളസി ആരാന്നൊക്കെ എന്നോട് ചോദിച്ചു. കാര്യങ്ങളൊക്കെ ആകെ വല്ലാത്ത കുഴപ്പത്തിലാവും. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നീ പേടിക്കണ്ട. നീ വേഗം സ്റ്റുഡിയോയിലോട്ട് വാ. ഞാൻ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാം. ഓക്കെ. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഒരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ കാര്യങ്ങൾ ആകെ പ്രശ്നമാവും. നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ പെട്ടെന്ന് സ്റ്റുഡിയോയിലോട്ട് വാ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു
ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ഞാനിൻ മിഴിനാളമണയാതിരിച്ചു വിസ്മയുടെ പാട്ടാണല്ലോ. വിസ്മയ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാനിൻ മിഴിനാളം അണയാതിരിച്ചു. ഇതെവിടെ നീ പാട്ട് വരുന്നേ? നീറും നെഞ്ചകം അകിലായി പുകച്ചും വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു ഈശ്വര, ആകെ പ്രശ്നമാവുമല്ലോ. ഐശ്വര്യടുത്തി, അഖി, വിസ്മയുടെ ശബ്ദമല്ല കേക്കുന്നേ? ഏയ് ഇതാരോ മൊബൈലിൽ പ്ലേ ചെയ്യുന്നതാ. ഏയ് മൊബൈലും റേഡിയോയിലും ഒക്കെ പാട്ട് കേൾക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? ഇതാരോ ലൈവായി പാടുന്നതാ. ഏയ് എടുത്തേക്ക് വെറുതെ തോന്നാന്നേ. ലൈവായിട്ട് ഒരാൾ പാടുന്നത് ഇങ്ങനെയാണോ? അല്ല അല്ല, ഇത് വിസ്മയ പാടുന്നത് തന്നെയാ. ആ, അന്ന് നിങ്ങളുടെ റൂമിൽ നിന്നും ഇതുപോലെ തന്നെ വിസ്മയുടെ പാട്ട് ഞാൻ കേട്ടായിരുന്നു. അത് വിസ്മയ തന്നെയല്ലേ? ആ ഐശ്വര്യടുത്തി അമ്മ അന്വേഷിക്കുന്നുണ്ട്. താഴേക്ക് ചെല്ല്. ഈശ്വര, ഈ ശ്യാമയ്ക്കൊന്ന് പതുക്കെ പാടിക്കൂടെ? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിന്റെ ഉള്ളിൽ. ദേ അഖി, നീ കേട്ടില്ലേ? നീ പറ, ഇത് വിസ്മയുടെ ശബ്ദമല്ലേ? ഇത് എവിടുന്ന് ഈ ശബ്ദം വരുന്നേ? സിറ്റ് ഔട്ടിൽ നിന്നാണല്ലോ ശബ്ദം വരുന്നത്. വിസ്മയ തന്നെയാ. അപ്പോ വിസ്മയ ഇവിടെ വന്നിട്ടുണ്ട്. ഐശ്വര്യടുത്തെ അമ്മ വിളിക്കുന്നുണ്ട്. കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട്. ചെല്ല്. ആ, വിസ്മയം കൂടെ വിളിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം. അല്ല ഖി, വിസ്മയിനി നിന്നെ കാണാനായിട്ട് വന്നതാണോ? ഏയ് നീയുമായിട്ട് കല്യാണാലോചിച്ച പെണ്ണായിരുന്നല്ലോ. എടുത്തി എന്തൊക്കെയാ ഈ പറയുന്നത്? അമ്മ കുറെ നേരമായി എടുത്ത് അന്വേഷിക്കുന്നുണ്ട്. ഒന്ന് ചെല്ല്. നിനക്കെന്താടാ ഒരു വെപ്രാളം? അപ്പ സംഗതി ഞാൻ പറഞ്ഞത് തന്നെയാണല്ലേ? നീയും കൂടെ അറിഞ്ഞോണ്ടാണോ വിസ്മയ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവളെ സിറ്റ് ഔട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ? അമ്പട കള്ളാ. ഞാൻ ഉള്ളത് പറയാം. അവള് തന്നെയാ നിനക്ക് യോജിച്ച പെണ്ണ്. ആ വിസ്മയുടെ പാട്ടിന്റെ ഒരു ഈണം എന്ത് സൂപ്പറല്ലേ? ഐശ്വര്യടുത്തി, അവിടെ എങ്ങും ആരുമില്ല. എങ്കി പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? വിസ്മയെ ഞാൻ കണ്ടുപിടിക്കുന്ന വെച്ചിട്ടാണോ? കാര്യങ്ങള് എല്ലാരെയും അറിയിക്കുന്ന കരുതിയിട്ടാണോ? എടാ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാക്കില്ലേ? ഏതായാലും നീ ഇപ്പൊ ഇങ്ങോട്ട് മാറി നിൽക്കേ. ഐശ്വര്യടുത്തി, ഐശ്വര്യടുത്തി, അത് വിസ്മയുടെ പാട്ടല്ല. വിസ്മയെ കണ്ടുപിടിക്കാനാണോ ഐശ്വര്യടുത്തി ബാൽക്കണിയിലേക്ക് പോകുന്നേ? എന്റെ കൃഷ്ണ, നീ എന്തിനാക്കി ഇത്രയും ബഹളം വെക്കുന്നേ? എനിക്ക് ചെവിയൊക്കെ കേക്കാം. എന്നാ ശരി, വയ്ക്കോ. കൃഷ്ണ, ദൈവമേ, പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ? വിസ്മയ, എന്താ എടുത്തി? നീയോ? എവിടെ വിസ്മയ? വിസ്മയുടെ പാട്ട് ഇവിടുന്ന് കേട്ടല്ലോ. ആ, വിസ്മയുടെ പാട്ടിന്റെ മെച്ചം അതാ.
ആ ഒരു മിനിറ്റ്. ദേ നമ്മള് മൊബൈലിൽ കേട്ടാലും അടുത്തുനിന്ന് പാടുന്നത് പോലെ തോന്നുള്ളൂ. ദാ കേട്ടു നോക്ക്. ഞാൻ ഐശ്വര്യ അടുത്തോട് പറഞ്ഞതാ, പക്ഷെ ഏടത്തേക്ക് സംശയം. വിസ്മയ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അത് കൊള്ളാലോ. ഞാൻ അറിയാതെ വിസ്മയ ഇവിടെ വരാറുണ്ടോ? എങ്കിൽ ഞാൻ കൊന്നോളയും. നിങ്ങൾ രണ്ടും എന്തോ ഒളിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഞങ്ങൾ എന്ത് വിളിക്കാൻ ഐശ്വര്യടുത്തി? പക്ഷേ ഈ പാട്ടൊന്നും അല്ല ഞാൻ കേട്ടത്. ഞാൻ കേട്ടത് വേറൊരു പാട്ടാ. അതുമല്ല, ഇതുപോലെ മ്യൂസിക് ഒന്നും ഇല്ലായിരുന്നു. അയ്യോ അഖിൽ സർ, ഐശ്വര്യടുത്തേക്ക് എന്തോ പറ്റിയിട്ടുണ്ട്.